ഞാനും അപ്പും കൂടെ ഒരു യാത്ര പോവാ. എവിടെ പോകുന്നതെന്നൊന്നും പറയത്തില്ല. വളരെ ഗൂഢമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഞങ്ങൾ അപ്പുവിന്റെ ഇതൊക്കെ ഉണ്ടോ, രമയൊക്കെ ഉണ്ടോ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കണ്ടാ തോന്നുന്നു ഇവന് അംബാനിയുടെ കൊച്ചുമോനാന്ന് തോന്നുന്നു. നമ്മ എന്റെ അത്രയൊക്കെ വലിയ കോടീശ്വരനാവൻ തോന്നുന്നു. അതിനൊരു യോഗം കണ്ടോ, എന്റെ ബെൻസ് ആവാൻ ഓടിക്കുക. എന്റെ ബെൻസ് കണ്ടോ, എനിക്ക് വേണ്ടി കഴിയ മനച്ചേട്ടൻ വൃത്തിയാക്കിയിട്ടേക്കോ. അതെ അതെ, ആ കല്യാണിയെ ഒന്നും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല. ഇല്ല, ശരിയല്ലേ? അല്ല, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല. വേറെ വേസ്റ്റ് ആവും. അവനെയൊന്നും നമ്മൾ കൂട്ടത്തിൽ കൂട്ടരുത്. നമ്മള് നിലവാരമില്ലാത്തവരാരും ഇല്ലയോ? അങ്ങനെയല്ലേ അപ്പു? അതോ അത് നീ മുമ്പേ എന്നോട് പറഞ്ഞു പിന്നെ കല്യാണിയെ കൂട്ടത്തിൽ കൂട്ടരുതെന്ന് പറഞ്ഞു. ഇപ്പൊ നീ എന്താ പേടി എടുക്കുന്ന നീ കള്ളത്തരം പറയുന്നത്? നീ സത്യം മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. അത് ഞാനും അനുകൊണ്ടും തമ്മിലുള്ള വർഷങ്ങളായുള്ള ബന്ധത്തിന് വിഘാതം വരും. ഞങ്ങള് കുമ്പഴ എത്തി ശബരിമല റൂട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പം ലാഹ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കോരത്തോട് ഷാപ്പിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. നല്ല ചൂടും വെയിലുമാണ് വെളിയിൽ. പണ്ട് ഇവിടെ റബ്ബർ ഉള്ളപ്പോൾ ഇത്രയും വെയിൽ കാണില്ല. പക്ഷേ റബ്ബർ ഉണ്ടെങ്കിൽ ഇത്രയും ഒരു വിശാലമായ ദൃശ്യം കാണാൻ പറ്റുന്നില്ല. അവിടെ വന്നായിരുന്നു കയറുന്നത്. ഇത് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സ്ഥലമാണ്. 999 വർഷത്തെ ഏതാണ്ട് പാട്ടക്കരാറിൽ 999 എത്രയാണെന്നറിയത്തില്ല. ഘോഷയാത്ര വന്നു കിടന്നതിന് ഇവിടെ ഇനി അടുത്തത് ലാഹ സത്രമാണ്. അയ്യോ സോറി, തിരുനാഘോഷയാത്ര വന്നാണ് അവിടെ അടുത്ത്. ഇനി അടുത്ത ലാഹ സത്രമാണ്. സീസൺ സമയത്ത് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം വിജനമായി കിടക്കുന്നത്. എപ്പോഴും ആളും ബഹളവും വലിയ കച്ചവടവും. ഈ കടയൊക്കെ എപ്പോഴും വ്യാപകമില്ലാതെ ഇനി ഇവർക്ക് ഇനി അടുത്ത വർഷമേ ഉള്ളൂ ഈ കടയൊക്കെ ഉണ്ട്. ഇതാണ് ലാഹ സത്രം. എൻ്റെ വീഡിയോക്കകത്തൊക്കെ ഉണ്ടത്. ഇത് ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഇപ്പം. ഇനി അടുത്തത് പ്ലാപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഈ കോരത്തോട് ഷാപ്പിൽ പോകുന്നത്. ജനവാസമുള്ള ഏറ്റവും അവസാനത്തെ സ്ഥലമാണ് ശബരിമല റൂട്ടിൽ ലാഹ. ഇനിയും വനത്തിലേക്കാണ് കയറുന്നത്. BSNLന്റെ ഒരു ടവറും എൻ്റെ ഓഫീസും ഉണ്ട്. ഇനി വനത്തിലേക്ക്. ആദിവാസികളുടെ ഊരുണ്ട് ഇടയ്ക്ക്. ഇതാണ് ലാഹ ടെലിഫോൺ എക്സ്ചേഞ്ച്. BSNL ലാഹ ടെലിഫോൺ എക്സ്ചേഞ്ച്. ആദിവാസി ഊരുകളാണ്. ആദിവാസികളുടെ താമസിക്കുന്ന കുടിലുകളാണ്. ഊരെന്നാണ് പറയുന്നത്.
10-11 കിലോമീറ്റർ പോകുമ്പോഴാണ് പ്ലാപ്പള്ളി. ഇവിടെയുണ്ട് ആദിവാസി ഊര്. അവർ കാട്ടിലെ ഈ വിഭവങ്ങൾ ശേഖരിക്കുകയൊക്കെയാണ് അവരുടെ പരിപാടി. കാട്ടിലെ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് തേനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് ഫോറസ്റ്റുകാർക്ക് കൊടുക്കും. ഫോറസ്റ്റുകാർക്ക് അവരൊരു വില നിശ്ചയിച്ച് അവർ കൊടുക്കും. എല്ലാം ഉണ്ട് ആദിവാസി കുടിലുകൾ. നേരത്തെ ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഇപ്പം കൂടി. ഇപ്പോൾ കുറേയേറെ ഇവര് താമസിക്കുമ്പോൾ കുഴപ്പമില്ല. അവര് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും പണിയത്തില്ല, വെട്ടിപ്പിടിക്കത്തില്ല. അവര് മരം വെട്ടി വിൽക്കത്തില്ല, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർ കൂടി വന്നാൽ കാട്ടിലെ എന്തെങ്കിലും വിഭവങ്ങൾ എടുക്കും, അല്ലെ ചെറിയ ജീവികളെ വല്ലതും കൊന്നു തിന്നും, അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഏറുമാടമൊക്കെ ഉണ്ട്. പ്ലാപ്പള്ളിൽ എത്തി. അതാണ് തലപ്പാറക്കോട്ട. പ്ലാപ്പള്ളി കഴിഞ്ഞ് ഇടത്തോട്ട് പോകുന്ന വഴിയാണ് കോരത്തോട് ഷാപ്പിലേക്കുള്ള വഴി. ഇതാണ് പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനും ഒക്കെയുണ്ട്. തിരുവാവൂർ നവഘോഷയാത്ര രാത്രിയിലാണ് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ വളരെ വിജനമായി കിടക്കുന്നു. ഇതെല്ലാം ഫോറസ്റ്റ് സ്റ്റേഷനാണ്, മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ. മുന്നോട്ട് പോകുന്ന ഈ വഴി കണ്ട, ഈ വഴിയാണ് പോകുന്നത്. ഈ വഴി ലാഹ ശബരിമല റോഡിൽ പ്ലാപ്പള്ളി കഴിഞ്ഞ് ഇടത്തോട്ടുള്ള ചെറിയ ഒരു റോഡിലൂടെയാണ് കോരത്തോട് ഷാപ്പ് പോകുന്നത്. ഇത് വളരെ നിബിഡമായ ഒരു വനമുള്ള സ്ഥലമാണ്. നല്ല രസകരമായ ഒരു വനമാണ്. ഇവിടെ വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ എപ്പോഴും ചതുപ്പ് ആയിട്ട് കാണുന്ന സ്ഥലമാണ്. എപ്പോഴും ചതുപ്പാണ്. ഏത് ഉണക്ക സമയത്തും. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല തണുപ്പുമാണ് ഇവിടെ. Take the next right onto Mundakayam Pambavali Road. മുണ്ടക്കയം പമ്പാവാലി റോഡിലേക്ക് പോകാനാണ് പറയുന്നത്. ഈ റൈറ്റ്. Continue on Mundakayam Pambavali Road for 4 kilometers. ശിവപാർവതി ക്ഷേത്രം. മറ്റേ വള്ളിയങ്കാട്. ഇത് ശിവപാർവതി. മുണ്ടക്കയം പമ്പാവാലി റോഡിൽ. പോട്ടെ. Continue on Mundakayam Pambavali Road for 8 kilometers.
ഞങ്ങളങ്ങനെ കോരത്തോട് ഷാപ്പിലെത്തി. വനറാണി കള്ള് ഷാപ്പ്, മാതൃകാ കള്ള് ഷാപ്പ്. എങ്ങനെ മാതൃകയാവും എന്നുള്ള അറിയത്തില്ല, പക്ഷെ കള്ള് ഷാപ്പാണ്. ആർക്ക് മാതൃക, എന്തിന് മാതൃക, മാതൃകാപരമായി എന്താണ്? വനറാണി വനറാണി ഇതാണോ? ഇത് ഓഫീസാണ്. എവിടെ അല്ല, ഞങ്ങൾ താറാവും ഒരു കള്ളപ്പൂവും പന്നി റോസ്റ്റും ഓർഡർ ചെയ്തു. കൊലയോടെ ചക്ക. ഒറിജിനൽ ചക്കയാണ് വനറാണി ഷാപ്പിൽ. നിറച്ച് ചക്കയുണ്ട്. എനിക്ക് തോന്നുന്നു കള്ളിൻ്റെ മണമാണ് ചക്ക കൂടുതലുണ്ടാവുന്നത്. വേരയിൽ വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും ഇല്ലേ? വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും.